So, നിങ്ങൾക്ക് സൂപ്പർ മോഡൽ ആകണം, നിങ്ങൾക്ക് ഹൈ ഫാഷൻ മോഡലിംഗ് ചെയ്യണം, ശരിയല്ലേ? ഗൈസ്, മോഡലിംഗ് ചെയ്യുന്ന കുറേ ആൾക്കാരുടെ ആഗ്രഹമാണ് അല്ലെങ്കിൽ സ്വപ്നമാണ് സൂപ്പർ മോഡൽ ആവുക അല്ലെങ്കിൽ ഹൈ ഫാഷൻ മോഡലിംഗ് ചെയ്യുക. എന്താണ് ഹൈ ഫാഷൻ മോഡലിംഗ്? എന്താണ് അതിൻ്റെ റിക്വയർമെൻറ്റ്സ്? എന്ത് ചെയ്താൽ നമുക്ക് ഹൈ ഫാഷൻ മോഡലിംഗ് ചെയ്യാം? ആരാണ് സൂപ്പർ മോഡൽസ്? എല്ലാം ഞാൻ ഈ വീഡിയോയിൽ കവർ ചെയ്തിട്ടുണ്ട്. ലാസ്റ്റ് വരെ നിങ്ങൾ കാണുക, സ്കിപ്പ് ചെയ്യാതിരിക്കുക, മുഴുവനും കാണുക. ഓൾറൈറ്റ്? നമസ്കാരം, ഞാൻ നിങ്ങളുടെ സ്വന്തം അഭിഷേക് ഷെനോയ്. അഭിഷേക് ഷെനോയ് വ്ളോഗ്സിലേക്ക് ഏവർക്കും സ്വാഗതം. സോ ഗൈസ്, ഇന്നത്തെ വീഡിയോ മോസ്റ്റ് അവൈറ്റഡ് വീഡിയോ ആണ്. ഗൈസ്, നിങ്ങൾക്ക് മോഡലിംഗിൽ ഇൻട്രസ്റ്റ് ഉണ്ടെന്ന് വിചാരിക്കുന്നു ആദ്യം ഈ വീഡിയോ ക്ലിക്ക് ചെയ്താൽ. ഗൈസ്, ഞാൻ മോഡലിംഗ് തുടങ്ങുന്നതിന് മുമ്പ് നിങ്ങൾ മനസ്സിൽ വെക്കേണ്ടത് ഭയങ്കര ഇമ്പോർട്ടൻറ്റ് പോയിന്റ്സ് ഞാൻ ഈ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്. ഈ വീഡിയോ നിങ്ങൾ ആദ്യം പോയി കാണുക, അതിന് ശേഷം വീഡിയോ കാണുക. ആൻഡ് ഞാൻ 20 ടൈപ്സ് ഓഫ് മോഡലിംഗ്, അതായത് 20 ടൈപ്പ് മോഡലിംഗിൻ്റെ തന്നെ 20 ടൈപ്പ് ഓഫ് മോഡലിംഗ് ഞാൻ എക്സ്പ്ലെയിൻ ചെയ്ത ഒരു വീഡിയോ ഉണ്ടാക്കിയിട്ടുണ്ട്. അതും ഞാനിവിടെ കൊടുത്തേക്കാം, ഇവിടെ ക്ലിക്ക് ചെയ്താൽ നിങ്ങൾക്ക് കിട്ടും. സോ അതും നിങ്ങൾ കാണുക. അതിൽ 20 ടൈപ്പ് ഓഫ് മോഡലിംഗ് ആണ് പറഞ്ഞിട്ടുള്ളത്. അത് ഞാൻ ഓരോന്നായിട്ട് എക്സ്പ്ലെയിൻ ചെയ്യുന്ന വീഡിയോയിൽ ആദ്യത്തെ വീഡിയോ ആണിത്. സോ ഇന്നത്തെ വീഡിയോയിൽ ഞാൻ പറയാൻ പോകുന്നത് വാട്ട് ഈസ് ഹൈ ഫാഷൻ മോഡലിംഗ്. യെസ് ഗൈസ്, മോഡലിംഗിൻ്റെ ഒരു കിങ് ഓഫ് മോഡലിംഗ് എന്ന് വേണമെങ്കിൽ ഞങ്ങൾക്ക് പറയാം. കിങ് ഓഫ് മോഡലിംഗ് ആണ് ഹൈ ഫാഷൻ മോഡലിംഗ്. ഏറ്റവും അധികം ആൾക്കാർ ഉറ്റുനോക്കുന്ന എല്ലാ മോഡൽസിൻ്റെയും ഒരു ആഗ്രഹം, സ്വപ്നമാണ് ഹൈ ഫാഷൻ മോഡലാവുക, സൂപ്പർ മോഡലാവുക, ഹൈ ഫാഷൻ മോഡലിംഗ് ചെയ്യുക എന്നുള്ളത്. എന്താണ് ഹൈ ഫാഷൻ മോഡലിംഗ്? ഗൈസ്, ഹൈ ഫാഷൻ മോഡലിംഗ് എന്ന് വെച്ചാൽ ഒരു കാറ്റഗറിയാണ്. ഈ കാറ്റഗറിയിൽ വരുന്ന 2 സബ് കാറ്റഗറിയിൽ വരും. അതാണ് ഒന്നാമത്തേത് റൺവേ മോഡലിംഗ്, രണ്ടാമത്തേത് എഡിറ്റോറിയൽ മോഡലിംഗ്. സോ എഡിറ്റോറിയൽ മോഡലിംഗും റൺവേ മോഡലിംഗും കൂടുമ്പോഴാണ് ഹൈ ഫാഷൻ മോഡലിംഗ്. ഹൈ ഫാഷൻ മോഡലിംഗിൻ്റെ സബ് കാറ്റഗറി വരുന്ന ഈ 2 കാര്യങ്ങളും ചെയ്യുകയാണെങ്കിൽ നിങ്ങളെ ഒരു ഹൈ ഫാഷൻ മോഡലായിട്ട് കൺസിഡർ ചെയ്യും. ഇനി ഇതിൻ്റെ റിക്വയർമെൻറ്റ്സ് എന്താണ് ഹൈ ഫാഷൻ മോഡലാവാൻ വേണ്ടി? ഗൈസ് ലിസൺ, കാലം മാറിക്കൊണ്ടിരിക്കുന്നതോടുകൂടി തന്നെ ഇതിൻ്റെ റിക്വയർമെൻറ്റ്സും ചെറിയ ചേഞ്ചസ് വരുന്നുണ്ട്. ബട്ട് സ്റ്റിൽ ഒരു ബേസിക് ആയിട്ട് ജനറലൈസ് ചെയ്ത് പറയുകയാണെങ്കിൽ ഗൈസ്, ഹൈ ഫാഷൻ മോഡലാവാൻ നമ്പർ 1 ഹൈറ്റ് റിക്വയർമെൻറ്റ്സ് ഉണ്ട്. ഹൈറ്റ് റിക്വയർമെൻറ്റ്സ് ഫോർ ഫീമെയിൽ മോഡൽസ്, മെയിലും ഫീമെയിലും ഡിഫറെൻ്റ് ആണ്. ഫോർ ഫീമെയിൽ മോഡൽസ് ഹൈ ഫാഷൻ മോഡലാവാൻ, സ്പെഷ്യലി റൺവേ മോഡലാവാൻ വേണ്ടി. റൺവേ മോഡലിംഗ് എന്താണ് അത് ഞാൻ ആദ്യം പറയട്ടെ, അതിൻ്റെ റിക്വയർമെൻറ്റ്സ് ഞാൻ പറയാം. ഓക്കെ, സോ ഗൈസ്, റൺവേ മോഡലിംഗ് എന്ന് വെച്ചാൽ നിങ്ങൾ ബേസിക്കലി മോഡലിംഗ് വിചാരിക്കുമ്പോൾ നിങ്ങൾ മനസ്സിൽ വരുന്ന ആദ്യത്തെ കാര്യമാണ് ഫാഷൻ ഷോ, റാമ്പ് വാക്ക് ചെയ്യുക. സോ യെസ്, റാമ്പ് വാക്ക് ചെയ്ത് നമ്മുടെ റാമ്പിൽ ഹൈ ഫാഷൻ ഡിസൈനേഴ്സിൻ്റെ കോസ്റ്റ്യൂം ഇട്ടിട്ട്, ഡിസൈനർ വെയർ കോസ്റ്റ്യൂം ഇട്ട് നിങ്ങൾ റാമ്പ് വാക്ക് ചെയ്യുന്നതിനാണ് റൺവേ മോഡലിംഗ് എന്ന് പറയുന്നത്. അത് ആക്ച്വലി റാമ്പില്ലേ, അതിനെ റൺവേ എന്നാണ് ആക്ച്വലി പറയാറ് വെസ്റ്റേൺ കൺട്രീസിൽ. ഇവിടെയാണ് അതിനെ റാമ്പ് എന്നൊക്കെ പറയാറ്. സോ രണ്ടും കറക്റ്റ് തന്നെയാണ്, തെറ്റൊന്നുമില്ല. ബട്ട് സ്റ്റിൽ റൺവേ മോഡലിംഗ് എന്ന് വെച്ചാൽ ഈ പറയുന്ന ഹൈ ഫാഷൻ ഡിസൈനേഴ്സിൻ്റെ കോസ്റ്റ്യൂം ഇട്ടിട്ട് അവർക്ക് വേണ്ടി വാക്ക് ചെയ്യുന്നതിനാണ് റൺവേ മോഡലിംഗ് എന്ന് പറയുന്നത്. ഇതിന് കുറച്ച് റിക്വയർമെൻറ്റ്സ് ഒക്കെ ഉണ്ട്. ഫസ്റ്റ് ഓഫ് ഓൾ, ഹൈറ്റ് റിക്വയർമെൻറ്റ്സ് ഫോർ ഫീമെയിൽ. ഹൈറ്റ് റിക്വയർമെൻറ്റ്സ് 5'8" to 6 foot, 5 അടി 8 ഇഞ്ച് മുതൽ 6 അടി വരെ 6 ഫുട്ട്. ഇതാണ് ഈ റിക്വയർമെൻറ്റ്, ഹൈറ്റ് റിക്വയർമെൻറ്റ്. ഇതിൻ്റെ ഇടയിലുള്ള നിങ്ങൾ ഹൈറ്റ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഹൈ ഫാഷൻ മോഡലിംഗ് ചെയ്യാം ഫീമെയിൽ മോഡൽസിന്. ഇനി ചില ഏജൻസി അല്ലെങ്കിൽ ചില ഡിസൈനേഴ്സ് ചിലപ്പോൾ ഹൈറ്റ് അത്രയും നോക്കാറില്ല, ചെറിയ വ്യത്യാസം. അതായത് നിങ്ങൾക്ക് 5'8" ഇല്ല, 5'7" ആണെങ്കിൽ ചിലപ്പോൾ ഓക്കെ അടിക്കും. ചിലപ്പോൾ 6 വരെ 6'1", 6'2 ഉള്ള മോഡൽസിനും ഹൈ ഫാഷൻ മോഡലിംഗ് ചെയ്യാൻ പറ്റും. ദാറ്റ് ഡിപ്പെൻസ്, അത് ഇറ്റ് മേ വേരി. ബട്ട് ഒരു ജനറൽ ആയിട്ട് പറയുകയാണെങ്കിൽ 5'8" മുതൽ 6 ഫുട്ടാണ് ഫീമെയിൽ മോഡൽസിൻ്റെ ഹൈറ്റ് റിക്വയർമെന്റ് ടു ഡു റൺവേ മോഡലിംഗ്. ഞാൻ ലോക്കൽ ഷോസിനെ കുറിച്ചല്ല ഇവിടെ സംസാരിക്കുന്നത്. ഹൈ ഫാഷൻ മോഡലിംഗ് എന്ന് വെച്ചാൽ ഹൈ ഫാഷൻ ഡിസൈനേഴ്സിന്റെ ഡിസൈനർ കോസ്റ്റ്യൂം ഇട്ട് റാമ്പ് വാക്ക് ചെയ്യുന്നതാണ്. സാധാരണ ലോക്കലി ചെയ്യുന്ന ഫാഷൻ ഷോ അല്ല ഞാൻ ഇവിടെ പറയുന്നത്. ഓക്കെ, ദെൻ മെയിൽ മോഡൽസ്. യെസ്, നമ്മുടെ റിക്വയർമെന്റ്സ് എന്നാൽ മെയിൽ മോഡൽസിന്റെ റിക്വയർമെന്റ്സ് എന്നാൽ ഗൈസ്, ഹൈറ്റ് റിക്വയർമെൻറ്റ്സ് വരുന്നതെന്ന് വെച്ചാൽ മെയിൽ മോഡൽസ് സ്റ്റാർട്ടിങ്ങിൽ 5'11" ആണ് സ്റ്റാർട്ടിങ്. മിനിമം 5'11" to 6'3" വരെ വരാം. യെസ്, ചില സമയത്ത് 5'10" ആണെങ്കിലും ചിലപ്പോൾ വളരെ റെയർ ആയിട്ട് 5'9" ഉള്ള മോഡൽസും അതിൽ കുറഞ്ഞ മോഡൽസിനും കണ്ടുവരുന്നുണ്ട്. റാമ്പ് വാക്ക്, അതായത് ഹൈ ഫാഷൻ മോഡലിംഗ്, റൺവേ മോഡലിംഗ് ചെയ്യുന്നതായിട്ട് കണ്ടുവരുന്നുണ്ട്. ദാറ്റ് ഡിപ്പെൻസ്, അതാണ് പറഞ്ഞത്. ഇറ്റ് മേ വേരി. ബട്ട് ജനറലി പറയുകയാണെങ്കിൽ 5'11" മുതൽ 6'3" വരെയാണ് ഹൈറ്റ് റിക്വയർമെൻറ്റ്സ് റൺവേ മോഡലിംഗ് ചെയ്യാൻ വേണ്ടി. ഹൈ ഫാഷൻ ഡിസൈനേഴ്സിന് വേണ്ടി റൺവേ മോഡലിംഗ് ചെയ്യാനുള്ള ഹൈറ്റ് റിക്വയർമെൻറ്റ്സ്. ഇനി വേറെ റിക്വയർമെൻറ്റ്സ് എന്താണ് ഗൈസ്? you should have a lean body. ഒരു ബൾക്കി ബോഡി ആയിക്കോട്ടെ, അത് അത്രയും ബൾക്കി ബോഡി ഈസ് ഗുഡ് ഫോർ ബോഡി ബിൽഡിംഗ് ആൻഡ് ഫിറ്റ്നസ് മോഡലിംഗ്. അതിനെക്കുറിച്ച് ഞാൻ സെപ്പറേറ്റ് വീഡിയോ ഉണ്ടാക്കാം. ബട്ട്
റൺവേ മോഡൽസ് നിങ്ങൾ കണ്ടാൽ ശ്രദ്ധിച്ചിട്ടുണ്ടാവും, ഭയങ്കര ലീൻ ആയിരിക്കും, ലീൻ ബോഡി ആയിരിക്കും. എന്നാൽ അവർക്ക് അത്ലറ്റിക് കൈൻഡ് ഓഫ് ബോഡി ആയിരിക്കും, അതായത് കുറച്ച് മസിൽസ് ഉണ്ടാവും. ടോൺഡ് ബോഡി, അതാണ് ടോൺഡ് ബോഡി ആയിരിക്കും, അല്ലെങ്കിൽ നല്ല ടോൺ ആയിട്ടുള്ള ബോഡി ആയിരിക്കും. ആബ്സ് ഉണ്ടാവും, ആബ്സ് നിർബന്ധമില്ല എന്നാൽ പോലും ആബ്സ് ഉണ്ടാവും. അവർക്ക് നല്ല ഫിറ്റ് ബോഡി ആയിരിക്കും, ലീൻ ബോഡി ആയിരിക്കും, വെയിൻസ് ഒക്കെ പോപ്പ് ഔട്ട് ചെയ്തിട്ട് നല്ല കാണുമ്പോൾ തന്നെ എന്താ പറയുക ഭയങ്കര അട്രാക്റ്റീവ് ആയിട്ടുള്ള ബോഡി ആയിരിക്കും അവരുടെ. ഓക്കെ, ഇതാണ് ഫിസിക്കൽ റിക്വയർമെന്റ്സ്. ഇത് ചില സന്ദർഭങ്ങളിൽ ഡിസൈനേഴ്സ് അത്ര ഇത് ചെയ്യാറില്ല. ബട്ട് സ്റ്റിൽ യു ഷുഡ് ഹാവ് എ ലീൻ ബോഡി. മസിൽസ് ഉണ്ടോ ഇല്ലയോ എന്ന് നോക്കാറില്ല, ബട്ട് സ്റ്റിൽ ലീൻ ബോഡി വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഓക്കെ, now next comes facial features. Yes guys, ഇത് ഇപ്പോഴത്തെ കാലത്ത് ചേഞ്ച് ആയിക്കൊണ്ടിരിക്കുകയാണ്, അത്ര മൈൻഡ് ചെയ്യാറുള്ള ആൾക്കാർ. ബട്ട് സ്റ്റിൽ ഫേഷ്യൽ ഫീച്ചേഴ്സ് ആർ വെരി ഇമ്പോർട്ടൻറ്റ്. കുറച്ചു കാലം മുമ്പ് പോവുകയാണെങ്കിൽ ഡെഫിനറ്റ്ലി ഫേഷ്യൽ ഫീച്ചേഴ്സ് ആർ വെരി ഇമ്പോർട്ടൻറ്റ് ഫോർ ഹൈ ഫാഷൻ മോഡൽസ്. ഓക്കെ, നൗ ഫേഷ്യൽ ഫീച്ചേഴ്സ് എന്തൊക്കെയാണ്, സൂപ്പർ മോഡൽസിന്റെ ഫേഷ്യൽ ഫീച്ചേഴ്സ് എന്തൊക്കെയാണ്? ഇതാ ഇവിടെ ഞാൻ ഒരു വീഡിയോ ഇട്ടേക്കാം. ഇത് ഞാൻ ഓൾറെഡി പോസ്റ്റ് ചെയ്തിട്ടുണ്ട് ഈ ചാനലിൽ. ഇത് ക്ലിക്ക് ചെയ്തിട്ട് നിങ്ങൾക്ക് മനസ്സിലാവും ഫേഷ്യൽ ഫീച്ചേഴ്സ്, ഹൈ ഫാഷൻ മോഡൽസിന്റെ സൂപ്പർ മോഡൽസിന്റെ ഫേഷ്യൽ ഫീച്ചേഴ്സ് എന്താണ്. അത് കിട്ടാൻ വേണ്ടി ഫേസ് ഫാറ്റ് കളഞ്ഞ് നിങ്ങൾക്ക് നല്ല ഫേഷ്യൽ ഫീച്ചേഴ്സ് കിട്ടാനും അതുപോലെ തന്നെ ഫേഷ്യൽ ഫീച്ചേഴ്സ് മാനിപ്പുലേറ്റ് ചെയ്യാനുമുള്ള സെപ്പറേറ്റ് വീഡിയോ ചെയ്തിട്ടുണ്ട് ഞാൻ. അതും ഞാൻ ഇവിടെ ഇട്ടേക്കാം, അല്ലെങ്കിൽ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. ഈ ചാനൽ ഓപ്പൺ ചെയ്താൽ നിങ്ങൾക്ക് കാണാൻ പറ്റും. അതിൻ്റെ ഒരു സീരീസ് ഫേസ് ഫാറ്റ് സീരീസ് ഞാൻ ഇതിന് വേണ്ടി ഉണ്ടാക്കിയിട്ടുണ്ട്. സോ ഡെഫിനറ്റ്ലി നിങ്ങൾ അതും ചെക്കൗട്ട് ചെയ്യുക. ആൻഡ് ഗൈസ്, അതാണ് ഞാൻ പറയുന്നത്, ഈ ചാനൽ ഇതൊരു സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ ഡെഫിനറ്റ്ലി നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക. കാരണം ഞാൻ കുറേ അധികം ഇങ്ങനത്തെ കോണ്ടന്റ്സ് ഞാൻ ഇടാറുണ്ട്. സോ ഒന്നും മിസ്സായി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ബാക്കിയുള്ളത് നോക്കിയിട്ട് കാര്യമില്ല. എല്ലാം നിങ്ങൾ കണ്ടിരിക്കണം, എല്ലാം അറിഞ്ഞിരിക്കണം. എന്നാലും നിങ്ങൾ കംപ്ലീറ്റ്ലി ഒരു വെൽ ഗ്രൂംഡ് പേഴ്സൺ, ഒരു വെൽ ഗ്രൂംഡ് മോഡൽ, അല്ലെങ്കിൽ വെൽ ഗ്രൂംഡ് പേഴ്സണാലിറ്റി, നല്ലൊരു പേഴ്സണാലിറ്റി നിങ്ങൾക്ക് ഡെവലപ്പ് ചെയ്യാൻ പറ്റുള്ളൂ. സോ ഡെഫിനറ്റ്ലി സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടൺ നമുക്ക്. ആൻഡ് ഓഫ് കോഴ്സ് എൻ്റെ ഇൻസ്റ്റാഗ്രാമിൽ നിങ്ങൾ ഡെഫിനറ്റ്ലി പോയി ഫോളോ ചെയ്യുക. മോഡലിങ്ങിൻ്റെ കുറേ ഫോട്ടോസ്, വീഡിയോസ്, വർക്കൗട്ട് വീഡിയോസ്, എൻ്റെ റാമ്പ് വാക്ക് വീഡിയോസ് എല്ലാം ഞാൻ അതിൽ പോസ്റ്റ് ചെയ്യാറുണ്ട്. ബിഹൈൻഡ് ദ സീൻസ് പോസ്റ്റ് ചെയ്യാറുണ്ട്. ഡെഫിനറ്റ്ലി ചെക്കൗട്ട് ചെയ്യാം. ഓക്കെ, now that is runway modeling. Okay, so high fashion designers in the close to rampil walk cheyyunnavareയാണ് runway models ennu parayaru. So guys, high fashion modeling in the second sub category aanu guys editorial modeling. Now what is editorial modeling guys? നിങ്ങൾ fashion magazines ഒക്കെ കണ്ടിട്ടുണ്ടോ? ഇവിടെ വളരെ കുറവാണ്. എന്നാൽ പോലും എന്താ വെസ്റ്റ് ഫോറിനിലൊക്കെ കുറേ അധികം ഫാഷൻ മാഗസീൻസ് ഉണ്ടാവും. ലൈക്ക് നിങ്ങൾ വോഗ് എന്ന് കേട്ടിട്ടുണ്ടാവും, വോഗ് മാഗസീൻ ഒക്കെ. അതുപോലെ തന്നെ ഫാഷൻ മാഗസീൻസ് കുറേ അധികം ഉണ്ട്. ഈ ഫാഷൻ മാഗസീനിൽ എന്താണ് ഉണ്ടാവുക? ഫാഷൻ മോഡൽസിന്റെ ഓരോരുത്തരും ഫാഷൻ മോഡൽസിന്റെ എന്തെങ്കിലും അവരുടെ പോസ്റ്റ് പ്ലസ് ഫാഷൻ ബ്ലോഗേഴ്സിന്റെ ബ്ലോഗ്, അതിൽ എന്തെങ്കിലും എഴുതിയിട്ടുള്ള റൈറ്റിംഗ്സ് ആൻഡ് സ്റ്റഫ് ലൈക്ക് ദാറ്റ്. ആൻഡ് ഡിസൈനേഴ്സിന്റെ പുതിയ ഡിസൈൻസ് വന്നിട്ടുണ്ടെങ്കിൽ അത്, പിന്നെ പുതിയ ബ്യൂട്ടി പ്രോഡക്ട്സ് ആൻഡ് ഗ്രൂമിംഗ് പ്രോഡക്ട്സ്, അതിനെക്കുറിച്ചൊക്കെ ഉള്ള ഒരു മാഗസീൻ, ഫാഷൻ മാഗസീൻ. കൂടുതലും ഫാഷൻ റിലേറ്റഡ് ആയിട്ടുള്ള കോണ്ടന്റ് ആണ് അതിൽ ഉണ്ടാവുക, ഫാഷൻ ആൻഡ് ബ്യൂട്ടി റിലേറ്റഡ് ആയിട്ടുള്ള കോണ്ടന്റ്സ്. ഓക്കെ, സോ ഈ ഫാഷൻ മാഗസീനിലൊക്കെ കവർ ബോയ്സ് ഉണ്ടാവും, കവർ ഗേൾസും കവർ ബോയ്സും ഉണ്ടാവും. സോ ഈ ഫാഷൻ മാഗസീൻസിന്റെ അല്ലെങ്കിൽ മാഗസീൻസിന്റെ വലിയ മാഗസീൻസിന്റെ കവറിൽ വരുന്ന മോഡൽസിനെയാണ് എഡിറ്റോറിയൽ മോഡൽസ് എന്ന് വരുന്നത്. യെസ്, മാഗസീന്റെ ഉള്ളിൽ കുറെ മോഡൽസിന്റെ ഫോട്ടോ വരാം. അവരെ അത്രയും അങ്ങനെ സൂപ്പർ മോഡൽസ് എന്ന് കൺസിഡർ ചെയ്യാറില്ല, നോർമൽ മോഡൽസ്. ബട്ട് ഫാഷൻ മാഗസീൻസിന്റെ കവറിൽ വരുന്ന കവർ ബോയ് അല്ലെങ്കിൽ കവർ ഗേൾ, മാഗസീൻ കവർ ബോയ്, ഇവരെയാണ് സൂപ്പർ മോഡൽസ് എന്ന് ആക്ച്വലി പറയുന്നത്. ഇവർ വലിയ ബ്രാൻഡ്സിനെ, അതായത് ഗൂഷി, വെർസാച്ചെ, ലൂയി വിത്തോൺ പോലുള്ള വലിയ ബ്രാൻഡ്സിന്റെ ഒക്കെ പ്രൊജക്ട്സ് ചെയ്തിട്ടുണ്ടാവും. അവരുടെയൊക്കെ അംബാസിഡേഴ്സ് ആയിട്ടുണ്ടാവും. അവർക്ക് വേണ്ടിയൊക്കെ ഷൂട്ട്, ഇങ്ങനെ വലിയ ബ്രാൻഡ്സിന് വേണ്ടി ഷൂട്ട് ചെയ്തിട്ടുണ്ടാവും. അതൊക്കെ മാഗസീൻ കവറിൽ വരും. ഓക്കെ, സോ ഇവരെയാണ് സൂപ്പർ മോഡൽസ് എന്ന് പറയുന്നത്. കൂടുതലും ഹൈ ഫാഷൻ മോഡലിംഗ് ചെയ്യുന്നവരെയാണ് സൂപ്പർ മോഡൽസ് എന്ന് പറയുന്നത്. അതായത് ഹൈ ഫാഷൻ ഡിസൈനേഴ്സിന് വേണ്ടി റാമ്പ് വാക്ക് ചെയ്യുന്നവരെയും ഇതുപോലെ തന്നെ വലിയ ബ്രാൻഡ്സിന് വേണ്ടി മാഗസീൻ കവറിലൊക്കെ വന്ന് അവരെ എൻഡോഴ്സ്മെന്റ്, അതായത് അംബാസിഡേഴ്സ് ആവുന്നവരെയുമാണ് സൂപ്പർ മോഡൽസ് എന്ന് പറയും. സോ ഗൈസ്, ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ വലിയ ബ്രാൻഡ്സിന് വേണ്ടി മാഗസീൻ, അവർക്ക് വേണ്ടി ഷൂട്ട് ചെയ്തിട്ട് മാഗസീൻ കവറിൽ വരുന്നതിനെയാണ് എഡിറ്റോറിയൽ മോഡലിംഗ് അല്ലെങ്കിൽ എഡിറ്റോറിയൽ മോഡൽസ് എന്ന് പറയുന്നത്, സൂപ്പർ മോഡൽസ് എന്ന് പറയുന്നത്. നൗ കേരളത്തിൽ ഞാൻ ഇതുവരെ ഹോണസ്റ്റ്ലി പറയുകയാണെങ്കിൽ ഒരു മാഗസീനിലും മോഡൽസിനെ കണ്ടിട്ടില്ല. കൂടുതലും സെലിബ്രിറ്റീസും എന്താ പറയുക ബോളിവുഡ് ആക്ടേഴ്സ് അല്ലെങ്കിൽ മലയാളം മൂവി ആക്ടേഴ്സ്, ഫിലിം ഇൻഡസ്ട്രിയിലെ ആക്ടേഴ്സിനെയാണ് കൂടുതലും മാഗസീൻ കവറിൽ വരുന്നത്. മോഡൽസ് മാഗസീൻ കവറിൽ വരുന്നത് ഞാൻ അധികം കണ്ടിട്ടില്ല. ഉണ്ടാവില്ലെന്ന് എനിക്കറിയില്ല. ഉണ്ടെങ്കിൽ അടിപൊളി. ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല, ആകെ ഒരെണ്ണമേ കണ്ടിട്ടുള്ളൂ. അത് ഞാൻ തന്നെയാണ്, ഞാനും ഐറീനുമാണ് ഹോണസ്റ്റ്ലി പറയുകയാണെങ്കിൽ. ഗൈസ്, നിങ്ങൾ ലുലു ഹാപ്പിനെസ് മാഗസീൻ, ബിഗ് താങ്ക്സ് ടു ലുലു, ബിഗ് സല്യൂട്ട് ടു ലുലു. ലുലു ഹാപ്പിനെസ് മാഗസീൻ എന്ന് പറഞ്ഞ മാഗസീൻ ഉണ്ട്, ലുലുയുടെ ഒഫീഷ്യൽ മാഗസീൻ ആണത്. യൂഷ്വലി അതിലും ഇതുപോലെ തന്നെ സെലിബ്രിറ്റീസ് ആണ് കവർ പേജിൽ വരിക. ദുൽഖർ സൽമാൻ, പ്രഭുദേവ, ഐശ്വര്യ റായ്, ദീപിക പടുക്കോൺ, താപ്സി പന്നു, ട്രിഷ പോലുള്ള ബിഗ് സെലിബ്രിറ്റീസ് ആൻഡ് ബോളിവുഡ് ആക്ടേഴ്സ് ആണ് ഇതിന്റെ കവറിൽ വരിക. ബട്ട് ഈ മാഗസീനിൽ കണ്ടോ, ഇതിൽ ഞാനും ഐറീനുമാണ് ഈ കവറിലുള്ളത് മാഗസീൻ്റെ. ബിക്കോസ് ഞാൻ ലുലുയുടെ മാൻ ഓഫ് ദി ഇയർ ടൈറ്റിൽ വിൻ ചെയ്തു. അതുപോലെ തന്നെ ഐറീൻ ലുലു ബ്യൂട്ടി ക്വീൻ്റെ ടൈറ്റിൽ വിൻ ചെയ്തു. സോ ലുലു ഗേവ് us an opportunity to cover in their official magazine, that is ലുലു ഹാപ്പിനെസ് മാഗസീൻ. അതാണ്.
സോ ഇതിൽ നമ്മൾ രണ്ടുപേരും മോഡൽസ് എന്ന് വേണമെങ്കിൽ പറയാം. ബട്ട് ബാക്കി ഇതല്ലാതെ ഞാൻ മോഡൽസിനെ കവറിൽ മാഗസിൻ്റെ കവറിൽ ഞാൻ അധികം കണ്ടിട്ടില്ല. മേ ബി ഇനി ഫ്യൂച്ചറിൽ ടൈം ചേഞ്ച് ആവും എന്ന് വിശ്വസിക്കുന്നു. എനിവേ ബിഗ് താങ്ക്സ് ടു ലുലു. ഗ്രേറ്റ് ജോബ്, ഗുഡ് ഇനിഷ്യേറ്റീവ്. ആൻഡ് ഇനി ഫ്യൂച്ചറിൽ ഇതുപോലെ തന്നെ വലിയ വലിയ മോഡൽസ് കവറിലേക്ക് വരട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു, എന്ന് ഞാൻ ആശംസിക്കുന്നു. ഓൾ ദി ബെസ്റ്റ്, വർക്ക് ഹാർഡ്. ഓക്കെ, സോ ഇതാണ് ഹൈ ഫാഷൻ മോഡലിംഗ്. സബ് കാറ്റഗറി റൺവേ മോഡലിംഗ് ആൻഡ് എഡിറ്റോറിയൽ മോഡലിംഗ്. സോ ഇതാണ് കിങ് ഓഫ് ഓൾ മോഡലിംഗ്. അതായത് മോഡലിംഗിന്റെ ഏറ്റവും പീക്ക് ആണ് ഇതിനെ പറയുന്നത്. സോ എല്ലാവരും ഹാർഡ് വർക്ക് ചെയ്യുക, എല്ലാവരും ഇനി ഫ്യൂച്ചറിൽ സൂപ്പർ മോഡൽസ് ആവട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. That's pretty much it. Until next time, ഞാൻ നിങ്ങളുടെ സ്വന്തം അഭിഷേക് ഷെനോയ് സൈനിങ് ഔട്ട്. ഐ ലവ് യു ഓൾ. ഓഫ് കോഴ്സ് ഇൻസ്റ്റയിൽ ഫോളോ ചെയ്യുക, യൂട്യൂബിൽ താഴെ റെഡ് കളർ ബട്ടൺ ഉണ്ട്, അതും നിങ്ങൾ ക്ലിക്ക് ചെയ്യുക. ബെൽ ബട്ടൺ നമുക്ക് മോഡലിങ്ങിൻ്റെ ഫുൾ സീരീസ് ആണുള്ളത്. എങ്ങനെ മോഡലിംഗ് ചെയ്യാം, എന്താണ് ഗ്രൂമിങ്, പേഴ്സണാലിറ്റി ഡെവലപ്മെൻറ്റ്, ഹെയർ കെയർ, സ്കിൻ കെയർ, മോഡലിംഗ്, ആക്ടിങ്ങിനെ കുറിച്ചൊക്കെ വീഡിയോ ഇടാറുണ്ട് ഞാൻ. ഡോണ്ട് മിസ്, മസ്റ്റ് സബ്സ്ക്രൈബ്. ഓക്കെ, നിങ്ങളുടെ ലൈഫ് ഞാൻ ചേഞ്ച് ചെയ്യും. That's pretty much it. Until next time, ഞാൻ നിങ്ങളുടെ സ്വന്തം അഭിഷേക് ഷെനോയ് സൈനിങ് ഔട്ട്. I love you all.